ഹലോ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നൊരു ബീഫ് ഫ്രൈഡ് റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ആദ്യം തന്നെ പറയട്ടെ, നിങ്ങളിൽ പലരും എൻ്റെ ചാനൽ കാണുന്നുണ്ടെന്നറിയാം. എനിക്ക് എൻ്റെ വീഡിയോയിൽ പല കുറവുകളും ഉണ്ടെന്ന് എനിക്കറിയാം. ആ കുറവുകളൊക്കെ നിങ്ങൾ ക്ഷമിച്ച് എന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യാൻ മറക്കരുത്. എനിക്ക് സബ്സ്ക്രിപ്ഷൻ 71 ആയിട്ടുള്ളൂ. എനിക്ക് നിങ്ങൾ 500 ആക്കി തരണം. ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു. ഓക്കെ, എൻ്റെ വീഡിയോയുടെ കുറവുകളൊക്കെ ഞാൻ നികത്തുന്നതായിരിക്കും കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ 1 കിലോ ബീഫ് നന്നായിട്ട് വാഷ് ചെയ്ത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. അതിലേക്ക് കുറച്ച് ഉപ്പും അതിലേക്ക് ചേർക്കാനായിട്ട് ഞാനത് പെരുംജീരകം, 2 പച്ചമുളക്, കുരുമുളക് കുറച്ച്, പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന സവാള ഉള്ളിയാണ്. നിങ്ങൾക്ക് ചെറുള്ളി വേണമെങ്കിലും ചേർക്കാം, നിങ്ങളുടെ ഓപ്ഷനാണ്. ഓക്കെ, ഞാനിവിടെ എടുത്തിരിക്കുന്നത് സവാള ഉള്ളിയാണ്. പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി വൃത്തിയാക്കി അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു. ആ മിക്സിയുടെ ജാറിലേക്ക് ഈ ഗരം മസാല, അതായത് നമ്മുടെ പെരുംജീരകവും 2 പച്ചമുളകും കുരുമുളകും കൂടെ ചേർത്ത് ഇത് 5 കൂട്ടും കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അരയ്ക്കരുത്, ജസ്റ്റ് ഒരു കറക്കം ഒന്ന് കറക്കിയെടുത്തു. അത് ഈ ബീഫിനകത്തേക്ക് ഇടണം. അത് കഴിഞ്ഞിട്ട് ഉള്ളി അതിനകത്തിട്ടു. അരിഞ്ഞു വെച്ചിരുന്ന സവാള ഉള്ളിയും ഇട്ടു. പിന്നെ നമ്മൾ പൊടിവർഗ്ഗങ്ങൾ ചേർത്തത് ഗരം മസാല ചേർത്തു, ഇച്ചിരി ഉലുവാപ്പൊടി ചേർത്തു, മഞ്ഞൾപ്പൊടി ചേർത്തു, മല്ലിപ്പൊടി ചേർത്തു, മുളക് പൊടി ചേർത്തു. ഞാനിത് ചേർത്തിട്ട് നിങ്ങളെ കാണിക്കുന്നത്. എനിക്ക് വീഡിയോ എടുക്കുകയും വേണം, എനിക്ക് നിങ്ങളെ കാണിക്കുകയും വേണം. എല്ലാം കൂടെ ചെയ്യാൻ എൻ്റെ ഈ 2 കരങ്ങൾ കൊണ്ട് മാത്രമാണ്. എനിക്കാരും സപ്പോർട്ട് ചെയ്യാനില്ല. ഓക്കെ, അപ്പം ഞാൻ ഈ പൊടികളെല്ലാമാണ് ഞാൻ ചേർത്തത്. എന്നിട്ട് ഇതിനെ ഞാൻ ഈ ഉപ്പിടാൻ മറക്കരുത് ആരും. ഉപ്പിട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിനകത്തിൽ പലരും തക്കാളി ചേർക്കുന്നവരുണ്ട്, പലരും നാരങ്ങ ചേർക്കുന്നവരുണ്ട്, തൈര് ചേർക്കുന്നവരുണ്ട്, വിനീഗിരി ചേർക്കുന്നവരുണ്ട്. ഇത് പലരും പല രീതിയിലാണ്. എനിക്കധികം പുളിയൊന്നും വേണ്ട. ഞാനൊരു ശകലം നാരങ്ങ പിഴിഞ്ഞൊഴിച്ചു, ഇച്ചിരി നാരങ്ങ പിഴിഞ്ഞൊഴിച്ചു. എന്നിട്ട് ഒരു ശകലം എണ്ണ വേണമെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ വെളിച്ചെണ്ണയോ എണ്ണയോ എന്തെങ്കിലും ഒഴിക്കാം. എൻ്റെ വെളിച്ചെണ്ണ ഉണ്ടെന്നാലും ഞാനൊരു ശകലം എണ്ണ ഒഴിച്ചിട്ട് ഇതിനെയെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തു, യോജിപ്പിച്ചു. കണ്ടോ, യോജിപ്പിച്ചതിന് ശേഷം കുക്കറടച്ചു. ഞാൻ തുള്ളി പോലും വെള്ളം ഒഴിച്ചിട്ടില്ല. കുക്കറടച്ച് വേവിക്കാൻ വെച്ചു. അങ്ങനെ കുക്കർ ഞാൻ ഒറ്റ വിസിലേ അടിച്ചുള്ളൂ. കാരണം ഇവിടുത്തെ ബീഫ് ആയതുകൊണ്ട് എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഞാൻ ഒറ്റ വിസിലടിച്ചു. അങ്ങനെ വെന്ത്, പക്ഷെ വെള്ളം കണ്ടോ, അത്രയും വെള്ളമായിട്ട് വന്നു. അപ്പോൾ ഇതിനെ നമ്മൾ ഒരു പാൻ വെച്ചു. പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു, കോക്കനട്ട് ഓയിൽ ഒഴിച്ചു. കടുക് ഇട്ട് പൊട്ടിച്ചതിന് ശേഷം കരിയാപ്പല, തേങ്ങാക്കൊത്ത്, ഉള്ളി അരിഞ്ഞത്, പിന്നെ 2 പത്തലമുളക് ഇത്രയിട്ട് കടുക് വറുത്തിട്ട് അതിനകത്തിലേക്ക് ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ടു. അങ്ങനെ അത് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഞാൻ ഒരു ആലുപ്പാലക്ക ഉണ്ടാക്കാനായിട്ട് നല്ല പാലക്കല കെട്ടി. പാലക്കിൻ്റെ ഇലയെ നന്നായിട്ട് വാഷ് ചെയ്ത് അരിഞ്ഞു വെച്ചു. എന്നിട്ട് അതിൻ്റെ കൂടെ ചേർക്കാനായിട്ട് കുറച്ച് ഉരുളക്കിഴങ്ങ് അരിഞ്ഞത്, പിന്നെ നമ്മുടെ ഉള്ളി, പിന്നെ പച്ചമുളകും 2 വെളുത്തുള്ളി അരിഞ്ഞതും വെച്ചു. പിന്നെ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചു. പാനിനകത്ത് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു. ഒഴിച്ചതിന് ശേഷം നമ്മൾ കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം പെരിഞ്ജീരകവും കൂടി ഇട്ടു. അത് കഴിഞ്ഞ് നന്നായിട്ട് ഈ ഉരുളക്കിഴങ്ങും ഉള്ളിയും എല്ലാം അതിനകത്തിലിട്ട് വഴറ്റി. നമ്മൾ എക്സ്ട്രാ കൂടുതൽ പൊടിവർഗ്ഗങ്ങളൊന്നും ചേർക്കുന്നില്ല. പിന്നെ ഒരു ശകലം ഒരു നുള്ള് മുളക് പൊടിയും ഇച്ചിരി ഗരം മസാലയും മാത്രമാണ് നമ്മൾ ഇതിനകത്തിലെ പൊടിവർഗ്ഗം. എന്നിട്ട് ഇലയെല്ലാം കൂടി ഇട്ടങ്ങനെ ആലുപ്പാലക്കും റെഡിയായി. അപ്പോൾ ഇതായിരുന്നു ഇന്നലത്തെ എൻ്റെ വിശേഷങ്ങൾ. നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. ബൈ ബൈ, സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.